നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിച്ചും ചട്ടങ്ങൾ ലംഘിച്ചും അനധികൃത പാറഖനനം വ്യാപകം. അധികൃതരുടെ ഒത്താശയും ഈ ഖനനത്തിന് പിന്നിലുണ്ട്. പ്രദേശത്തെ കിണറുകൾ വറ്റിവരളുമ്പോഴും കുഴൽക്കിണർ കുഴിച്ചാണ് ഇവിടെ പാറപ്പൊടി കഴുകുന്നത്. പശ്ചിമഘട്ട മേഖലയിൽ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലമായി ഗാഡ്ഗിൽ കമ്മിറ്റി ഉൾപ്പെടുത്തിയ ആയിരവല്ലി പ്രദേശത്താണ് സ്വകാര്യ കമ്പനി അനധികൃത ഖനനവും ജലചൂഷണവും നടത്തുന്നത്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള ചിതറ ചക്കമല പ്രദേശത്താണ് ആയിരവല്ലി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്താദ്യമായി ജർമ്മൻ സാങ്കേതിക വിദ്യയോടെ പാറപ്പൊടിയിൽ നിന്നും എംസാൻഡ് എന്ന മണൽ ഉൽപ്പാദിപ്പിക്കുന്നെന്ന് അവകാശപ്പെട്ടാണ് പോപ്സ് എന്ന കമ്പനി അനധികൃതമായി ഭൂമി വാങ്ങുകയും ജലചൂഷണം നടത്തുകയും ചെയ്യുന്നത്. ക്രഷർ യൂണിറ്റിന് കുളത്തിൽ നിന്ന് മാത്രമേ വെള്ളമെടുക്കാവൂ എന്ന നിബന്ധന മറികടന്ന് നിരവധി കുഴൽക്കിണറുകൾ നിർമ്മിച്ചാണ് ജലചൂഷണം. പ്രദേശത്തെ കിണറുകളും കുളങ്ങളും മറ്റു ജലാശയങ്ങളും വറ്റിവരണ്ടു. സമീപ പ്രദേശങ്ങളിൽ അവശേഷിക്കുന്ന ജലാശയങ്ങളിൽ നിന്നും ടാങ്കറുകളിലും ഇവിടേക്ക് വെള്ളം കടത്തുന്നുണ്ട്. എന്നാൽ ഇവരുടെ കമ്പനി പ്രവർത്തിക്കുന്നതിന് വേണ്ടി 6 ബോർവെല്ലുകൾ അടിച്ച് ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പ്രതിദിനം ഇവർ ഈ കമ്പനി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കുന്നത് കൊണ്ട് ഈ പഞ്ചായത്തിലും സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലും ഇന്ന് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ്. അനധികൃതമായാണ് സ്വകാര്യ കമ്പനി ആയിരവല്ലിയിൽ ഭൂമി കൈവശപ്പെടുത്തിയതെന്ന് ഇന്റലിജൻസ് ADGPയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ പുന്നപ്ര വയലാർ സമരസേനാനികൾക്ക് നൽകിയതാണ് ആയിരവല്ലി കുന്നുകൾക്ക് ചുറ്റുമുള്ള ഭൂമി. ഖനനം നടക്കുന്ന സ്ഥലങ്ങൾ പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും നൽകിയതാണ്. 2008 മുതൽ പട്ടയം നൽകിയ ഭൂമി 25 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യരുതെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് മരം മുറിക്കാനുള്ള അനുമതി പോലും ഇല്ലായിരിക്കെയാണ് സ്വകാര്യ കമ്പനി രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും നടത്തിയ സ്വാധീനത്തോടെ ഭൂമി കൈവശപ്പെടുത്തിയത്. അപൂർവ ഇനം പക്ഷികളുടെയും ഔഷധ സസ്യങ്ങളുടെയും കേന്ദ്രമായിരുന്നു ആയിരവല്ലി കുന്നുകൾ. ഖനനത്തെ തുടർന്ന് ഇവയൊക്കെ അപ്രത്യക്ഷമായി. ദുരിതമേഖലയിൽ നിന്നും നാട്ടുകാരുടെ ഒഴിഞ്ഞുപോക്കും വ്യാപകമാണ്. പക്ഷേ അധികൃതർ ഇതൊന്നും കാര്യമാക്കുന്നില്ല. ക്യാമറമാൻ റിയാദ് ഖാനൊപ്പം പാർവതി സത്യദേവൻ, കൊല്ലം, ഇന്ത്യ വിഷൻ.